السلام عليكم ورحمة الله وبركاته. خلاصة الفقه 64. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذريتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. ولو اغتسل لجنابة ونحو جمعة بنيتهما حصلا. ولو اغتسل, ഒരാൾ കുളിച്ചാൽ ലിജനാബത്തിൻ വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിച്ചു, വനഹവി ജുമുഅത്തിൻ ജുമുഅ പോലെയുള്ളതിനു വേണ്ടിയും. ജുമുഅ പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ അത് പെരുന്നാൾ ആകാം, അല്ലെങ്കിൽ ഗ്രഹണമാകാം. ഇങ്ങനെ നേരത്തെ നമ്മൾ സുന്നത്തായി കുളികൾ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഏതുമാകാം. അപ്പോൾ വലിയ അശുദ്ധിക്ക് വേണ്ടിയും ജുമുഅ പോലെയുള്ള സുന്നത്തായ കുളിക്ക് വേണ്ടിയും കുളിച്ചാൽ ബിനിയ്യതിഹിമാ രണ്ടിൻ്റെയും നിയ്യത്തോടെ കുളിച്ചാൽ ഹസല രണ്ടും കരസ്ഥമാകും. അപ്പോൾ വലിയ അശുദ്ധി ഉള്ളവൻ അവൻ വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയാണ്. അപ്പോൾ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്നും അതോടുകൂടെ തന്നെ ജുമുഅക്ക് സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടെയും, അങ്ങനെ രണ്ട് നിയ്യത്തും വെച്ചുകൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ രണ്ടും അവന് കരസ്ഥമാകും. ലാക്കിന്നൽ അഫ്ളല, എങ്കിലും പുണ്യമുള്ളത് അൽ ഗുസ്ലു ലിൽ ജനാബ അവ്വലൻ, ആദ്യം വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കുകയും സുമ്മ ലിൽ ജുമുഅത്തി പിന്നീട് ജുമുഅക്ക് വേണ്ടി കുളിക്കുകയും സാനിയൻ രണ്ടാമതായി. ആദ്യം ജനാബത്തിന് വേണ്ടി വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിച്ച് രണ്ടാമതായി ജുമുഅക്ക് വേണ്ടി കുളിക്കലാണ് പുണ്യം. വലവ്യഗതസല, ഇനി ഒരാൾ കുളിച്ചു ബിനിയത്തി അഹദിഹിമാ രണ്ടും കൂടെ കരുതിയില്ല, ഒന്ന് മാത്രം നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിച്ചാൽ ഹസലൽ മൻവിയു കരുതപ്പെട്ടത് മാത്രം കരസ്ഥമാകും ഫഖത്ത്, അത്രമാത്രം. അപ്പോൾ വലിയ ശുദ്ധിയാകാൻ വേണ്ടി എന്ന നിയ്യത്തോടു കൂടെയാണെങ്കിൽ വലിയ ശുദ്ധി അത് മാത്രമേ ഉയരുകയുള്ളൂ. ജുമുഅ എന്നാണ് നിയ്യത്ത് ചെയ്തിട്ടുള്ളെങ്കിൽ അത് കരസ്ഥമാകും. വലൗ ഇജ്തമഅൽ ഈദു വൽ ജുമുഅത്തു വൽ കുസൂഫു, ഒരാൾക്ക് പെരുന്നാളും ഗ്രഹണവും ജുമുഅയും എല്ലാം ഒരുമിച്ച് ചേർന്നാൽ, പെരുന്നാളിൻ്റെ ദിവസം തന്നെയാണ് ഗ്രഹണം ഉണ്ടായത്, അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പം മൂന്നും സമ്മേളിച്ചു വരുമല്ലോ. എന്നിട്ട് ഫഖത്തസല ലിവാഹിദിൻ മിൻഹാ ഒന്നിനു വേണ്ടി മാത്രം കുളിച്ചാൽ ഹസലൽ ജമീഉ എല്ലാം കരസ്ഥമാകുന്നതാണ്. അതെല്ലാം സുന്നത്താണല്ലോ. അപ്പോ എല്ലാം സുന്നത്തായതുകൊണ്ട് വെള്ളിയാഴ്ചക്കുള്ള കുളിയായിരുന്നാലും പെരുന്നാളിൻ്റെ കുളിയായിരുന്നാലും ഗ്രഹണസ്കാരത്തിൻ്റെ കുളിയായിരുന്നാലും സുന്നത്തായ കുളികളായതുകൊണ്ട് ഒന്നിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചാൽ തന്നെ എല്ലാറ്റിൻ്റെയും പുണ്യം കരസ്ഥമാകുന്നതാണ്. വൽ അഫ്ളലു, എന്നാൽ ഏറ്റവും പുണ്യം ഇഫ്റാദു കുല്ലിൻ എല്ലാ ഓരോന്നും തനിച്ച് ചെയ്യലാണ്. ബിഗുസ്ലിൻ എല്ലാ ഓരോന്നിനും വെവ്വേറെ ഓരോ കുളിക്കലാണ് ഉത്തമമായിട്ടുള്ളത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.